ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? കാനഡയിൽ നേഴ്സായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇന്റർനാഷണൽ നേഴ്സ് ആയിട്ടുള്ള, ഇപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള, കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നത്. ഇന്റർനാഷണൽ ആയിട്ടുള്ള നേഴ്സസിന് എങ്ങനെ കാനഡയിൽ വരാം, എങ്ങനെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്തു. പിന്നെ അതുപോലെ നേഴ്സായിട്ടുള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ സ്വീകരിച്ചു. അതിൽ നിന്നൊക്കെ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. കംപ്ലീറ്റ്ലി ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത്. സ്റ്റെപ്പ് 1 എന്നുള്ളത് NNAS ഉള്ള രജിസ്ട്രേഷൻ ആണ്. NNAS എന്ന് പറഞ്ഞാൽ നാഷണൽ നഴ്സിംഗ് അസസ്മെന്റ് സർവീസ് എന്നാണ്. ഈ ഒരു ലിങ്ക് വഴി NNAS രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം അസസ് ചെയ്യാൻ സാധിക്കുക. മറ്റ് ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്നവര് വെസ് ചെയ്യുന്നത് പോലെ തന്നെ നേഴ്സിംഗിന് ഇങ്ങനെ നേഴ്സ് ആയിട്ടുള്ളവർക്ക് NNAS എന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് ഫസ്റ്റിലെ തന്നെ വേണം. കാരണം അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കനേഡിയൻ എഡ്യൂക്കേഷനുമായിട്ടുള്ള ഒരു ഇക്വലൻസി അവര് കണക്കാക്കുകയുള്ളൂ. ഇങ്ങനെ NNASന് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റും മാർക്ക് ലിസ്റ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവര് അതെല്ലാം അസസ് ചെയ്തതിന് ശേഷം കനേഡിയൻ ഇക്വലൻസിയുമായിട്ട് ഒരു റിപ്പോർട്ട് തരും. അതിന് പറയുന്ന പേരാണ് NNAS അഡ്വൈസറി റിപ്പോർട്ട്. ഇത് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കുക. ഇങ്ങനെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ NNASുമായിട്ട് അസസ് ചെയ്തതിന് ശേഷം ആ ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് കാനഡയിലെ ഏത് പ്രൊവിൻസിലേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രൊവിൻസിലേക്കാണ് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റോ PR പ്രോഗ്രാം വഴിയോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ NNASന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും, അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിലൊന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. കാനഡയിലെ ഏത് പ്രൊവിൻസിലേക്കാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് അതൊരു വലിയ ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. നിങ്ങൾക്കറിയാലോ, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ പക്ഷെ ഓരോ പ്രൊവിൻസിനും ഓരോ രീതിയിലാണ് അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളും വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള വിക്ടോറിയ, വാൻകൂവർ ഒക്കെ അവിടെ ഒരു ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല, നമുക്ക് അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലും മഴയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജും കൾച്ചറും ഒക്കെ കുറച്ചൊക്കെ ഡിഫറൻസ് ആണ്. ഇവിടെ ലാംഗ്വേജ് മെയിൻ ആയിട്ടും നമ്മൾ ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്യൂബക്കിലാണ് ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ഉപയോഗിക്കുന്നത്. ബാക്കി ഔട്ട്സൈഡ് ക്യൂബക് എല്ലായിടത്തും തന്നെ ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ട്രാവൽ ടൈം ആണ്. ചില സ്ഥലങ്ങളിൽ, അതായത് നോർത്തേൺ ടെറിട്ടറീസിലേക്കൊക്കെ നമ്മൾക്ക് ഇന്ത്യയിൽ നിന്നൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കാരണം അത് ഏതെങ്കിലും അടുത്തുള്ള ഒരു എയർപോർട്ടിലേക്കായിരിക്കും എത്തുക. പിന്നെ അവിടുന്ന് പിന്നെയും കണക്ഷൻ ഫ്ലൈറ്റ്, അങ്ങനെ ഒരു വലിയൊരു ലോങ് ജേർണി ആയിരിക്കും. ഒരു നോബൽ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ചില ഏരിയാസിലേക്ക് എത്താനായിട്ട് 30 മണിക്കൂർ വരെ ടോട്ടൽ ട്രാവൽ ടൈം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എയർപോർട്ടിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള പ്രൊവിൻസും കാര്യങ്ങളും, കുറച്ച് സിറ്റി ലൈഫൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിൻസ് സെലക്ട് ചെയ്യാന്നുള്ളത് വലിയൊരു ഡിസിഷനാണ്. അപ്പൊ അതിന് കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീരുമാനിക്കുക. ഇനി ഇങ്ങനെ NNASന്റെ അഡ്വൈസറി റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾ ഒരു പ്രൊവിൻസ് സെലക്ട് ചെയ്തെങ്കിൽ പ്രൊവിൻസിൽ ഒരു നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി ഉണ്ടായിരിക്കും. ഇവിടെ അതിനെ വിളിക്കുന്നത് നഴ്സിംഗ് കോളേജ് എന്നാണ്. പക്ഷെ അങ്ങനെ ആ ഒരു പേര് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, അതൊരു കോളേജ് അല്ല. പക്ഷെ അവരാണ് നിങ്ങൾക്കുള്ള രജിസ്റ്റേർഡ് നഴ്സിന്റെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഓരോ പ്രൊവിൻസിന്റെ ഓരോ നഴ്സിംഗ് കോളേജുകളും ഡിഫറെന്റ് ആണ്. അവർക്ക് അവരുടേതായ ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് അവർക്ക് നിങ്ങളുടെ ഇന്റർനാഷണൽ കോഴ്സ് അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല, അവർക്ക് കൂടുതൽ നിങ്ങളെ അസസ് ചെയ്യണം, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അവർക്ക് കൂടുതൽ അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കുറച്ച് ബ്രിഡ്ജിങ് പ്രോഗ്രാംസ് ഒക്കെ തരും. അതായത് ഇവിടെ ചില ആളുകൾ വന്നിട്ട് ചില കോഴ്സുകളൊക്കെ ചെയ്യുന്നത് കാണാം.
അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അതൊക്കെ ഓരോ ബ്രിഡ്ജിങ് കോഴ്സുകളാണ്. ഇവര് അസസ് ചെയ്യുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും കുറവുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേഷനിൽ ഇവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ ഒരു പ്രൊവിൻസിലെ ആ ഒരു നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി നിങ്ങളോട് പറയുന്നതായിരിക്കും എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനെല്ലാം നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, രജിസ്റ്റേർഡ് നേഴ്സ് ആകുക എന്നുള്ള സ്വപ്നം ഒരുപാട് ആളുകൾക്ക്, ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു ആഴക്കടൽ പോലെ കിടക്കുകയാണ്, ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളൊരു പ്രൊവിൻസ് സെലക്ട് ചെയ്തതിനു ശേഷം അവിടുത്തെ ആ ഒരു റെഗുലേറ്ററി ബോഡിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഞാൻ തന്നെ റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കിടക്കുന്ന കണ്ടു. പക്ഷെ നമ്മളിങ്ങനെ ഒരു മുങ്ങി തപ്പുന്നത് പോലെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഏത് പ്രൊവിൻസ് ആണ് ഏത് റെഗുലേറ്ററി ബോഡിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടതെന്ന് നമ്മൾക്കറിയാമെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി ഗൈഡ് ചെയ്യും. നമ്മുടെ ഇന്ത്യയില് സ്റ്റേറ്റ് എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ കാനഡയിൽ പ്രൊവിൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ കാനഡയിൽ 10 പ്രൊവിൻസുകളും 3 ടെറിട്ടറീസുമാണ് ഉള്ളത്. ഇവിടെ ഓരോന്നിലും ഓരോ നഴ്സിംഗ് കോളേജ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ലിസ്റ്റ് വെച്ച് പറയണമെങ്കിൽ ഈ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ പ്രൊവിൻഷ്യൽ നഴ്സിംഗ് അതോറിറ്റി ആയിട്ടുള്ള രജിസ്ട്രേഷന് ശേഷം അവർ നിങ്ങളെ NCLEX RN എന്ന എക്സാമിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഏറ്റവും നല്ലൊരു വെബ്സൈറ്റ് കനേഡിയൻ നേഴ്സസ് അസോസിയേഷൻ ആണ്. അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടും. ഈ ഒരു NCLEX RN എക്സാം നടത്തുന്നത് NCSBN ആണ്. എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ബോർഡ്സ് ഓഫ് നഴ്സിംഗ് കണ്ടക്ട്സ് ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ്. ഇവരാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അക്രോസ് കാനഡ ഉണ്ട്, കാനഡയ്ക്ക് ഔട്ട്സൈഡും ഈ NCLEX RNന്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. NCLEX RN വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് പിയേഴ്സൺ VUE എന്നുള്ളൊരു വെബ്സൈറ്റ് വഴിയായിട്ടാണ്. ഈ ഒരു NCLEX RNന് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സും ഒരുപാട് ഓൺലൈൻ കോച്ചിങ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു NCLEX RN എക്സാം നിങ്ങൾക്ക് കാനഡയ്ക്ക് പുറത്തു നിന്നും എഴുതാമെന്ന് അറിയാലോ. ഈ NCLEX RN എക്സാം പാസ്സാവുന്നതിനോടൊപ്പം ഉള്ള ഒരു കാര്യമാണ് ജുറിസ്പ്രുഡൻസ് എക്സാം എന്നുള്ളത്. അത് കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചുള്ള ഒരു ടെസ്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. ഇവിടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ചിലുള്ള നിങ്ങളുടെ കോമ്പിറ്റൻസിയാണ് അവര് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. IELTS ആണെങ്കിൽ എല്ലാ മൊഡ്യൂളിലും 7 ആണ് ഏറ്റവും ബെസ്റ്റ്. ഫ്രഞ്ച് ടെസ്റ്റുകളിൽ അതിൻ്റെതായ മാനദണ്ഡം അവർ പറയുന്നുണ്ട്. അങ്ങനെ NNASുമായിട്ട് രജിസ്റ്റർ ചെയ്ത് NCLEX RN പാസ്സായി, ജുറിസ്പ്രുഡൻസ് എക്സാം പാസ്സായി, ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായി, ഇവിടുത്തെ പ്രൊവിൻഷ്യൽ നഴ്സിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഗൈഡ് ലൈനും കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രിഡ്ജിങ് കോഴ്സുകൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം നിങ്ങൾ PR അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വഴി അതിനുശേഷം RN ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലേക്കും മറ്റ് കെയർ ഹോമുകളിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസിനും കാര്യങ്ങൾക്കുമായിട്ട് വരാം. അതിനുവേണ്ടി ഒന്നെങ്കിൽ PR പ്രോഗ്രാമിലൂടെ വരിക, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം എന്നുള്ളത് എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസിൽ ഒരു 1 year എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് PNP ആണ്, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. അത് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊവിൻസിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊവിൻസിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. വേറൊരെണ്ണം എന്നുള്ളത് QSW ആണ്. അത് കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ പ്രിഫർ ചെയ്യണമെന്നില്ല, കാരണം അത് ക്യൂബക്കിലേക്കുള്ളതാണ്. ഈവൻ നിങ്ങൾക്ക് ഫ്രഞ്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ QSWയിലേക്ക് നോക്കാവുന്നതാണ്. അത് ക്യൂബക്ക് റെഗുലർ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം ആണ്. അതിന്റെയും കാര്യങ്ങളെല്ലാം കാനഡയിലെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീസും കാര്യങ്ങളും കറക്റ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും നഴ്സിംഗ്
അതോറിറ്റിയിൽ കൊടുക്കുക. അതിനുശേഷം ഇവര് നിങ്ങൾക്ക് അപ്രൂവൽ തരും. ആ ഒരു അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള ലൈസൻസ് ഇഷ്യൂ ആവുന്നത്. ആ ലൈസൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രൊവിൻസിൽ വർക്ക് ചെയ്യാം. RN ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇവിടുത്തെ ലോങ് ടേം കെയറിലും ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടാവുന്നതാണ്. ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ എക്സാമും കാര്യങ്ങളൊക്കെ പാസ്സായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ RN ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് ഒരു സുവർണ അവസരമാണ്. കാരണം ഇവിടെ ഇപ്പോഴും നേഴ്സസിന് ഹയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. കാരണം ഇവിടുത്തെ ഹെൽത്ത് കെയറിൽ ഇപ്പോഴും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ നേഴ്സസിനെ ഇവർ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലുള്ള പ്രതീക്ഷ കൈവിടാതിരിക്കാം. എനിക്കറിയാം ഇവിടെ വന്ന് കുറെ ആളുകൾ ഒരുപാട് സമയമെടുത്താണ് അവരുടെ സ്വപ്നമായിട്ടുള്ള രജിസ്റ്റേർഡ് നേഴ്സായി മാറുന്നത്. ഒരു വൺ ഓഫ് ദ ഹയസ്റ്റ് പേയിങ് ജോബാണ് RN എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ, ലവ് യു ഓൾ.